ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വ്യാജു വിത്ത് ശ്രീ. എപ്പോഴത്തെ പോലെയും എൻ്റെ ഫാമിലിയുടെ കൂടെ അല്ല ഈ ട്രിപ്പ്, എൻ്റെ മക്കളുടെ കൂടെയാണ് ട്രിപ്പ് കേട്ടോ. മക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റുഡൻസാണ്. എൻ്റെ സ്റ്റുഡൻസും എൻ്റെ കൊളീഗ് ടീച്ചറാണ്. ടീച്ചർ അതെ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചറാണ്. അതെ, കണ്ടോ. അപ്പം ഞങ്ങൾ സൈലം കോട്ടയം ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ നിന്നാണ്. അതായത് സൈലത്തിൻ്റെ +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ഞങ്ങൾക്ക് ട്രിപ്പാണ്. ചിക്കമംഗ്ലൂർ കൂർഗ് ട്രിപ്പാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ കൂർഗിലാണ്. ചിക്കമംഗ്ലൂർ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ആണ് ഈ വ്ളോഗ് കംപ്ലീറ്റ് പോകുന്നത് കേട്ടോ. അടിപൊളി വീഡിയോ ആണ്, ഫുൾ കാണണം. പ്ലീസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യെസ്. ഇത് നേഹ, ഇത് ഗിഫ്റ്റി, ബാക്കി എല്ലാരും കൂർഗ് ബാംബു ഫോറസ്റ്റില്. ഇതാണ് ടീച്ചർ. എന്നെക്കാളും ഒരു വയസ്സ് എളുപ്പമുള്ള നമ്മുടെ ഐശ്വര്യ മനോജ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തിരുന്ന ആളാണ്. പിന്നെ ബാക്കി സ്റ്റുഡൻസ് ഒത്തിരി, ഒരു 100ഓളം കുട്ടികളാണ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. എല്ലാവരും ഇതൊക്കെ കാണിച്ചു തരാം. എല്ലാവരും ബാംബു ഫോറസ്റ്റിൽ കറങ്ങി നടക്കുകയാണ്. ഞങ്ങളുടെ കൂടെ കോട്ടയം സെൻറ്ററിൻ്റെ കൂടെ ട്രിവാൻഡ്രവും കൊല്ലവും സെൻറ്റേഴ്സ് ഉണ്ട്. കോഴിക്കോട്, തൃശ്ശൂരൊക്കെ നേരത്തെ പോയി. അപ്പോൾ എങ്ങനെയുണ്ട് നേഹ ട്രിപ്പ്? പറഞ്ഞേ. വളരെ നല്ല കുറെ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയും അടുത്ത വർഷം ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കുക. ടീച്ചേഴ്സ് തന്നെ മതി, സപ്പോർട്ട് വേണം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നല്ല ടീച്ചർ ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വരുന്നത്. ഞാന് അറിയാലോ, ഡിയാവിയേഴ്സ് ഒരു ട്രാവൽ വ്ളോഗറാണ്. ഒത്തിരി പ്രാവശ്യം കൂർഗ് വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ ഡിഫറെൻ്റ് ആട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ സ്കൂൾ പിള്ളേരെയും കൊണ്ടിങ്ങനെ വരുന്നത്. അപ്പൊ പിള്ളേരെ നോക്കാന്ന് പറയുന്നത് ഇല്ല നേഹമോളെ, നമ്മളങ്ങനെ സ്ഥലങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എത്ര പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയാലും മടുക്കുകയില്ല. അടിപൊളിയായിട്ടേ തോന്നത്തുള്ളൂ. പുതിയ അനുഭവങ്ങളാണ് ഓരോ സ്ഥലത്തെത്തുമ്പോഴും. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഇത്രയും കുട്ടികൾ, ഒത്തിരി പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആയിട്ട് ഏകദേശം 100ഓളം കുട്ടികളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം സെൻറ്റർ. അപ്പോൾ ഇവരെ കൊണ്ടുപോകാൻ ഒരു റിസ്ക്കാണ്, റിസ്ക് ഫാക്ടറാണ്. പക്ഷെ മക്കളാണ്, ആൺമക്കളാണ്. അപ്പൊ ഇനി ഒത്തിരി ട്രാവലിംഗിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സാർമാരുണ്ട്, ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. ബൈ പറയാറായില്ല, തുടങ്ങിയതേ ഉള്ളൂ. അയ്യോ. സോ ഡിയർ ഫ്രണ്ട്സ്, 2024 നവംബർ 19 ഞങ്ങൾ 4 ഫാക്കൽറ്റി മെമ്പേഴ്സ്, 2 മെൻറ്റേഴ്സ്, പിന്നെ ഫ്ലൈവെൽ ടൂർ ഏജൻസിയിൽ നിന്ന് 2 റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്നാണ് ഞങ്ങളുടെ കോട്ടയം ഗിരിദീപം സ്കൂളിൽ സൈലം നടത്തുന്ന ഇൻ്റഗ്രേറ്റഡ് +1 +2 ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കുട്ടികളെ ട്രിപ്പിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ട്രിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കമംഗ്ലൂർ കൂർഗ് ട്രിപ്പാണ്. 3 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ കുട്ടികളെ ഇങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകുന്നത്. എൻ്റെ എൻട്രൻസ് കോച്ചിങ് ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ഞങ്ങൾ 19 തീയതി രാവിലെ കോട്ടയം ഗിരിദീപം സ്കൂളിൽ നിന്ന് തിരിച്ച് രാത്രിയോടുകൂടെ ഞങ്ങളുടെ ഹൈബ്രിഡ് സെൻറ്റർ, മെയിൻ സെൻറ്റർ, കോഴിക്കോടുള്ള സൈലം ഫ്യൂച്ചർ മെയിൻ സെൻറ്ററിൽ ഞങ്ങളെത്തി. അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഫ്രഷപ്പും അതുപോലെ ആഹാരം, ഡിന്നറും ഒക്കെ അവിടെ നിന്നായിരുന്നു. ഉച്ചയ്ക്ക് അതായത് ഈ ദിവസം ഉച്ചയ്ക്ക് ശരിക്കും ഫ്ലൈവെൽ അറേഞ്ച് ചെയ്ത ഒരു അടിപൊളി ലഞ്ചൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞ് LK സാറും ജാബിർ സാറും ഒക്കെ അടങ്ങിയ ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കോട്ടയത്തെ കുട്ടികൾ മാത്രമല്ല, ട്രിവാൻഡ്രം ആൻഡ് കൊല്ലം ഇൻ്റഗ്രേറ്റഡ് കുട്ടികളുണ്ട്, +1 കുട്ടികളുണ്ട്. അപ്പോൾ രാത്രി നമ്മളൊന്ന് അടിച്ചു പൊളിച്ചിട്ടാണ് അവിടെ നിന്ന് രാത്രി മൊത്തം ബസ് യാത്രയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഈ ഹോട്ടലിലെത്തി. അടിപൊളി ഹോട്ടലായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഫ്രഷപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ചിക്കമംഗ്ലൂർ കറങ്ങാനായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങി. അപ്പോൾ ജീപ്പ് സഫാരിയാണ്, കാരണം ട്രക്കിംഗ് ആണ്. ചിക്കമംഗ്ലൂർ അറിയാമല്ലോ, ഒത്തിരി മൗണ്ടൻ വ്യൂ പോയിൻറ്റ്സ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജീപ്പിലാണ് നമ്മുടെ യാത്ര.
അപ്പം ജീപ്പ് യാത്ര മെമ്മറബിളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതായത് അവരുടെ ഈ ജീപ്പ് ഓട്ടിക്കുന്ന ഡ്രൈവേഴ്സില്ലേ, അവരുടെ ഒരു ഭയങ്കര കഴിവ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ജീപ്പ് യാത്ര. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ വ്യൂ പോയിൻറ്റിലെത്തി. ഒരു നല്ല ഒരു ഹൈറ്റുള്ള, ഒത്തിരി നല്ല ഓൾട്ടിറ്റ്യൂഡുള്ള ഒരു മൗണ്ടനായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ നടന്ന് കയറണമായിരുന്നു. സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്, താഴെ നിന്ന് മുകളിൽ വരെ സ്റ്റെപ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നടന്ന് വേണം, കയറി വേണം നമ്മൾ മുകളിൽ എത്താൻ. മുകളിൽ 2 ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് കുറേ ഫോട്ടോഷൂട്ട്സും എല്ലാം, അതിപ്പോൾ എവിടെ പോയാലും ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടാവുമേ. അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വൈകുന്നേരം ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം അതോടെ നമുക്ക് അങ്ങനെ അന്ന് എൻജോയ് ചെയ്ത് കഴിഞ്ഞത് 20-ാം തീയതി. ഇതിപ്പോൾ 21-ാം തീയതി ഞങ്ങൾ കൂർഗ് എത്തി. അതായത് ചിക്കമംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾ 21-ാം തീയതി തിരിച്ചായിരുന്നു കേട്ടോ. തിരിച്ച് ഞങ്ങൾ കൂർഗിലേക്കാണ് വന്നത്. അപ്പം കൂർഗിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കണ്ടത്. ബാക്കി കാണാം. സ്വർഗീയ സ്വരമാധുരി ഇതാ ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരിതാ വന്നിരിക്കുന്നു. വരൂ വരൂ ഗൈസ്, വരൂ 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 സുഹൃത്തുക്കളെ, കടന്നു വരൂ. എൻ്റെ അടുത്ത മക്കൾ ഇതേ വരുന്നു. ഹായ് മക്കളെ, എങ്ങനെയുണ്ട് ബാംബു ഫോറസ്റ്റ്? അടിപൊളി. അതെ, ഞങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ ഈ ട്രിപ്പ് വന്നല്ലോ. നിങ്ങൾ ടീച്ചേഴ്സിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞേ. അല്ലേ, നല്ല ട്രിപ്പല്ലേ ടീച്ചേഴ്സിനെ പറ്റി അല്ലേ? ഇച്ചിരി വൈബ് കുറഞ്ഞ വൈബ് കൂടിപ്പോയോ? ഇതെല്ലാം ഭാവി ഡോക്ടേഴ്സ് ആണ്. ഡോക്ടേഴ്സ് നമ്മുടെ ക്ലാസ്സിന്റെ എല്ലാമാണെന്ന് സ്വയമേ കരുതുന്നത് നമ്മുടെ അഭിജിത്താണ്. ഇത് റെഡ് ബുൾ കടിച്ചു പിടിച്ചോണ്ടാണ് ഇവിടെ നടക്കുന്നത്. വേറെ ഒന്നുമില്ല ഗൈസ്. ഇപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ബാംബു ഫോറസ്റ്റിന്റെ ക്ലീനറായി ജോലിയായിട്ടിരിക്കാൻ. കണ്ടോ നമ്മുടെ എല്ലാമാണ്. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നടാ? എങ്ങനെയാണെന്നാ പറഞ്ഞേ? അങ്ങനെ പറഞ്ഞേ. പറഞ്ഞേടാ. ഞാൻ ജീവിതത്തിൽ ഇതേപോലത്തെ നല്ല സ്കൂളാണ് ജീവിതത്തിൽ. എനിക്ക് മികച്ച ബയോളജി ടീച്ചറിനെ കിട്ടി. 2 മികച്ച ബയോളജി ടീച്ചർമാരെ കിട്ടി. ഇതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ജീവിതത്തിനോട് ചോദിക്കാൻ പറ്റും. ഞാൻ ജീവിക്കുന്ന ബെസ്റ്റ് ഓഫ് ലൈഫ്. അങ്ങനെ പറയടാ, അങ്ങനെ പറ. എല്ലാ ബ്ലെസ്സിങ്ങും ദൈവം എനിക്ക് തന്നേ. ഇനി ആദ്യം സന്യാസമായിട്ട് എടുക്കാൻ പോയതിനൊറ്റ ഇതിനെക്കാട്ടി നല്ല ഫ്രണ്ട്സിനെ എനിക്ക് ചോദിക്കാൻ പറ്റും. ഓരോ മാസവും ഇങ്ങനെ കൈ ഓടിച്ചോണ്ടിരിക്കും. മോനെ, നീ കൈ ഓടിച്ചിട്ട് നീ എന്താടാ ട്രിപ്പ് വന്നത്? അതിന്റെ റീസൺ പറഞ്ഞേ. ട്രിപ്പ് ആസ്വദിക്കാനാണ്. പിന്നെ അല്ലല്ല, നമ്മുടെ അമലിന് ഒരു പ്രത്യേക തരം ഒരു കഴിവാണ്. എല്ലാത്തിനും ഒറ്റ സെന്റൻസിൽ ഉത്തരം പറയുക. അവനെ നീറ്റ് കിട്ടുമെന്ന് മിസ്മാർക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയാണ് അല്ലേ മിസ്സേ? അമലെ ഒറ്റ ഉത്തരം പറയൂ. നിന്റെ കൈ എങ്ങനെ മാസം ഓടിയുന്നേ? ഇതാണ് എന്റെ അടുത്ത മക്കൾ. യോയോ അത് ജയ്മോൾ. ശ്രീവദ, ഇതാണ് എന്റെ ടെക്നിക്കൽ കോർഡിനേറ്റർ മോന്. ഞങ്ങളുടെ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഒരിക്കലും നിൽക്കാറില്ല, വീഡിയോക്ക് നിൽക്കാറില്ല. ശ്രീവ്, അതാണ് നമ്മുടെ ശ്രീവ്. ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ എല്ലാ മണ്ഡലത്തിന്റെയും കാരണക്കാരൻ ഞങ്ങളുടെ പ്രദോഷ് സാറാണ്. നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റർ സാറിന്റെ കീഴിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. സാറിന്റെ കീഴിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. സാറാണ് ഞങ്ങളെ കെമിസ്ട്രി മാത്രമല്ല ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അടി അങ്ങനെ കൊള്ളാതിരിക്കാനും
ഇതിപ്പോൾ മിസ് റീൽ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ലക്ക എന്ന് പറഞ്ഞ മഹാരാഷ്ട്രൻ റീൽ എടുക്കാൻ പോവാണ്. അതിന്റെ ബീച്ചസ് കാണിക്കുകയാണ് ഗൈസ്. അത് തന്നെ. ഐ ഹാവ് നേഹ വിത്ത് മീ ഹിയർ. മിസ് സ്റ്റെപ്പ് ഒക്കെ പഠിക്കുവാണ് ഗൈസ്. ഈസി സ്റ്റെപ്പാണ്. നമ്മുടെ എല്ലാം ഞങ്ങളുടെ റഷ്യയാണ്. നമ്മുടെ എനർജി ബൂസ്റ്റർ ആണ്. നമ്മുടെ റഷ്യയാണ്. നമ്മുടെ ഞാൻ ഒന്നും പൈസ കൊടുത്തിട്ടില്ല ഇതൊന്നും പറയാൻ ഗൈസ്. ഇല്ല ഇത് ഞാൻ ഫ്രീ ആണ്. പിന്നെ ഞാനാണെങ്കിൽ പിഴിയുന്നതായിരിക്കും കാശിനെ. ഇപ്പൊ അയ്യോ നമ്മുടെ റീൽ ഇനി അവനെ പറയാം. അടുത്ത നമ്മുടെ ടെക്നിക്കൽ കോർഡിനേറ്റർ ആണ് നമ്മുടെ ക്ലാസ് മോണിറ്റർ നദാൽ. മിസ്റ്റർ നദാൽ ജി, നമ്മുടെ ട്രിപ്പിനെ പറ്റി നദാൽ ജിക്ക് എന്താണ് അഭിപ്രായം? കോട്ടയം ഇന്റഗ്രേറ്റഡിലെ ഏറ്റവും മിടുക്കനായ വിദ്യാർത്ഥിയാണ്. അത് മാത്രമല്ല സർവോപരി നല്ലൊരു കലാകാരൻ കൂടിയാണ്. മമ്മൂട്ടി എന്ന പാട്ട് ഇദ്ദേഹത്തിന്റെ നല്ല സ്വരം, നല്ല മാധുര്യമുള്ള സ്വരത്തിൽ എത്രയോ പ്രാവശ്യം കേട്ടിരിക്കുന്നു. ഓക്കെ നദാൽ മോനെ, എന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ശ്രീയുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നദാൽ മോൻ ഒരു പാട്ട് പാടണം. 4 വരി നദാൽ 4 വരി. ഒഴുകാനൊഴുകിയലും പൂമാനമേ ഒരു രാഗമേ. ആറാം തമ്പുരാനാണ് ഞങ്ങളുടെ സ്കൂളിന്റെ 6ാം തമ്പുരാനാണ്. ഒരു പക്ഷേ 19ാം നൂറ്റാണ്ടിലല്ല, സോറി 20ാം നൂറ്റാണ്ടിലാണെങ്കിൽ ജർമ്മനിയുടെ നാസിസത്തിന് ഹിറ്റ്ലർ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ആനന്ദ് സാർ ഹിറ്റ് ആയതിന്. പുള്ളിക്കാരനൊന്നും ജനിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മാത്സ് സാറാണ് ആനന്ദ് സാർ. നമുക്ക് ഭയങ്കര കമ്പനിയൊക്കെയാണ്. വീഡിയോ കഴിയുമ്പോഴത്തേന് നേഹയുടെ കഥ എന്തായാലും അതുകൊണ്ടാണ് സാർ ട്രെക്കിങ് കഴിഞ്ഞപ്പോ ഒരു പൂര ഉറക്കം ഉറങ്ങിയത്. ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, സാർ നല്ല സൂപ്പറാണ് സാർ. ഹായ്, ഇത് ഞങ്ങളുടെ പഠിപ്പിച്ച മക്കളാണ്, എന്റെ പഠിപ്പിച്ചുകളാണ്. ഹീരാനന്ദ, ശ്രീബാല, നിയതി, നീറ്റ്, ഭാവി ഡോക്ടേഴ്സ്, ആരതി, മീന, നമ്മുടെ നേഹ ഓൾറെഡി പരിചയപ്പെട്ടു. നമ്മുടെ ഭാവി ഡോക്ടേഴ്സ് ആണ്. ഇത് നമ്മുടെ ഫ്ലൈവെൽ, നമ്മുടെ ട്രിപ്പ് മൊത്തം അറേഞ്ച് ചെയ്ത ആൾക്കാർ. ഫ്ലൈവെൽ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുട്ടികൾ? ഞങ്ങളുടെ സൈലം ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് കുട്ടികളുടെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനായിട്ടും ബെറ്റർ ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് കോർഡിനേഷൻ ആണെങ്കിലും ഞങ്ങൾ പറഞ്ഞ അതേ ടൈം ഫോളോ ചെയ്യാനാണെങ്കിലും എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ട് അവര് അത് കൂടെ നിന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കോട്ടയം സെന്ററിനെ പറ്റി പറയാം. കോട്ടയം സെന്റർ, കോട്ടയം ഗിരിദീപം സ്റ്റുഡൻസ് വാസ് ഫാന്റാസ്റ്റിക്. ആൻഡ് ഓൾസോ ടീച്ചേഴ്സ് അങ്ങനെയാണോടാ? അങ്ങനെയാണോ ടീച്ചേഴ്സ്? കല്ലിലും ഉണ്ട് ഒരു സൗരഭ്യം. അത് തന്നെ, അതാണ് ഇവിടെ നടന്നത്. അങ്ങനെ ബാംബു ഫോറസ്റ്റിൽ നിന്ന് ഏകദേശം സന്ധ്യയോടുകൂടെയാണ് ഞങ്ങൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലെത്തിയത്, ബുദ്ധിസ്റ്റ് ടെമ്പിൾ. അപ്പോൾ കുട്ടികൾ പലരും ആദ്യമായിട്ടാണ് ഈ ഒരു ടെമ്പിൾ കാണുന്നത്. അപ്പോൾ ഒരു ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് വൈകുന്നേരം 7 മണിയോടുകൂടെ ഒരു DJ പാർട്ടി ഉണ്ടായിരുന്നു. DJ പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനിപ്പോൾ ഒത്തിരി ഫോറിൻ കൺട്രീസിൽ പോയിട്ടുണ്ട്, DJ പാർട്ടീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളുടെ ആ ഒരു എനർജി ലെവൽ, ശരിക്കും പറഞ്ഞാൽ അവർ ഇത്രയും ദിവസം സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിലൂടെ ആണ് പഠനം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കൽ, അവരെ ഇരുത്തി പഠിപ്പിക്കൽ, പരീക്ഷകൾ. കാരണം ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അങ്ങനെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. നമുക്കിവർക്ക് നീറ്റും ജെയും അതുപോലെ ക്വറ്റ് വഴി കയറാവുന്ന കോഴ്സസിലൂടെയൊക്കെ അവർക്ക് ഒരു നല്ലൊരു ജീവിത നിലവാരം നൽകുന്ന ഒരു പ്രൊഫഷനിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിനുള്ളത്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനുള്ളത്. അപ്പോൾ ഞാൻ പല സ്ഥാപനങ്ങളിലും വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ സൈലത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവിടെയൊക്കെ തന്നെ പല കുട്ടികളും ഇപ്പോൾ ടോപ്പേഴ്സൊക്കെ അങ്ങനെ പോകും. പക്ഷെ പല ഒരു ആവറേജ്, ബിലോ ആവറേജിൽ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾ ഈ പ്രോഗ്രാമിൽ പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരനുഭവിക്കുന്ന ഒരു മെൻ്റൽ സ്ട്രെസ്സ്, സ്ട്രെയിൻ അല്ലെങ്കിൽ മെൻ്റൽ ട്രോമ ഫ്യൂച്ചർ ലൈഫിൽ വരെ
അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള മെൻ്റൽ ട്രോമകളൊക്കെ കിട്ടിയാണ് പലരും പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ സൈലത്തിൽ വന്ന സൈലത്തിൻ്റെ രീതി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയായിരുന്നു. കാരണം പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ആ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനുകൾ അവരനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അവരുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആകാനായിട്ട് നമ്മളിങ്ങനെയുള്ള പരിപാടികൾ നമ്മളവർക്ക് നൽകുന്നുണ്ട് കേട്ടോ. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിസിക്കൽ ട്രെയിനിങ് അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രിപ്പ് അത് പക്ഷേ ഇയർലി ഒരു ട്രിപ്പാണ്. അത് +2 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ദിവസത്തേക്ക് ചുരുക്കും. ഇതിപ്പോൾ 3 ദിവസമുണ്ട്. അപ്പോൾ അവർ അങ്ങനെ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അനുഭവിച്ച് പഠിച്ചുകൊണ്ട് വന്ന ആൾക്കാർ അവർ പെട്ടെന്ന് ഈ ഒരു ഇതിലേക്ക് വരുമ്പോഴത്തേക്കും അവരൊന്ന് ഫ്രഷപ്പ് ആവുകയാണ്. അവരുടെ മൈൻഡ്, അവരുടെ ബോഡി എല്ലാം തന്നെ വീണ്ടും നല്ലതുപോലെ എനർജറ്റിക്കായിട്ട് മാറുകയാണ്. ഇനി ഈ ട്രിപ്പ് കഴിഞ്ഞ് അവർക്ക് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും പഠിത്തവും പരീക്ഷകളുമായിട്ട് പോകേണ്ടതാണ്. പക്ഷെ അവർക്കത് ഉറപ്പായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്കും അവർ ഈ 3 ദിവസത്തെ ട്രിപ്പിലൂടെ അവർ റിലാക്സ്ഡ് ആയിട്ടുണ്ട്. അവർ മാത്രമല്ല, ഞങ്ങളും ഫാക്കൽറ്റി മെമ്പേഴ്സും അതെ, ഇത്രയും ദിവസത്തെ വർക്ക് ലോഡെല്ലാം മറന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളും റിലാക്സ് ചെയ്യുമായിരുന്നു. അവരോരോരുത്തരെയും ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു, അടുത്തറിയുകയായിരുന്നു. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളുടെ അവരെ പഠിപ്പിക്കാനും അവർക്ക് പഠിക്കാനും ഒക്കെ തന്നെയുള്ള ഒരു എനർജി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ DJ കഴിഞ്ഞ് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കോട്ടയത്തേക്ക് യാത്രയായി.